പത്തനംതിട്ടയിലേക്ക് പോകാം. നമുക്ക് ആറന്മുളയടക്കം ഗ്ലാമർ മണ്ഡലങ്ങളുണ്ട് പത്തനംതിട്ടയിൽ. ആദ്യം കണക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. തദ്ദേശത്തിൽ എങ്ങനെ വിധി എഴുതി എന്നത് നമുക്ക് നോക്കാനുണ്ട്. നിയമസഭയിൽ എങ്ങനെ വിധി എഴുതി എന്ന് നോക്കാം. ആകെ 5 സീറ്റുകൾ നിയമസഭയിൽ 2021 LDF-ന് 5ഉം UDF-ന് 1ഉമില്ല എന്നായിരുന്നുവെങ്കിൽ നോക്കൂ, തദ്ദേശത്തിലേക്ക് കൗതുകകരമായി നേരത്തെ എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെയാണ് പത്തനംതിട്ടയിലും. LDF-ന് 1 സീറ്റിന്റെയും ആനുകൂല്യം കിട്ടുന്നില്ല, UDF-ന് 5 സീറ്റുകളുടെ ആനുകൂല്യം കിട്ടുന്നു. ഈ നിലയ്ക്ക് മാറി മാറി രാഷ്ട്രീയ ചിത്രം തെളിയുന്നത് എന്ത് കൗതുകമാണ് അല്ലെ. നമുക്കിനി പത്തനംതിട്ടയിലെ വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രവീൺ, ഇങ്ങനെ മാറി മറിഞ്ഞൊരു കണക്ക് നൽകുന്ന ആത്മവിശ്വാസമാണ് UDF-നുള്ളത്. പക്ഷേ നോക്കൂ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം എഴുതിയ വിധി അതേപടി ആവർത്തിക്കുമെന്നാണ് LDF വിചാരിക്കുന്നത്. എന്തായിരിക്കും മത്സര ചിത്രം? മാധു, സംസ്ഥാനത്ത് തന്നെ UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 0 ആയിരുന്നു UDF-ന്റെ സമ്പാദ്യം എന്നുള്ളത്. അതേസമയം 5 മണ്ഡലങ്ങളിലും LDF കഴിഞ്ഞ തവണ വിജയിച്ചു. ഇക്കുറി 0 എന്നുള്ളത് 5 ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ 5 സീറ്റുകളിൽ വിജയിക്കുമെന്ന് UDF പറയുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലം ആറന്മുളയായിരുന്നു. സ്റ്റാർ കാൻഡിഡേറ്റുകൾ തന്നെയാണ് അവിടെ മത്സരിച്ചത്. വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി LDF-നായും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി അബിൻ വർക്കി UDF-നായും BJP-യുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ NDA സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം. ആദ്യഘട്ടത്തിൽ വീണ ജോർജ് പറഞ്ഞത് താൻ 30,000-ലധികം വോട്ടിന് വിജയിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അവസാന കണക്കെടുപ്പിൽ LDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ 8,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ ജോർജ് ജയിക്കുമെന്നാണ്. അതേസമയം തന്നെ UDF-ന്റെ കണക്കുകൂട്ടൽ അവർ പറയുന്നത് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അബിൻ വർക്കി വിജയിക്കുമെന്ന് പറയുന്നു. കോന്നി മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അവിടെ തുടർച്ചയായി വിജയിക്കുന്നത് KU ദിനേഷ് കുമാറാണ്. LDF-ന്റെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആണ്. അങ്ങനെ 5 മണ്ഡലങ്ങളിലും LDF വിജയിക്കുമെന്ന് ഉറച്ചു തന്നെ അവർ വിശ്വസിക്കുന്നു. വിവരങ്ങൾ നൽകിയത്.